ഉദ്യോഗസ്ഥരെ ഇവർ കള്ളപ്പരാതിയുമായി വന്നിരിക്കുന്നത്. ഇവർക്ക് യാതൊരു എല്ലാത്തരം മാർഗങ്ങളും നോക്കി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതിൻ്റെതായ തെളിവുകളുണ്ട്. പണം നൽകി നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ചീത്ത വിളിച്ച് പഠിപ്പിക്കാൻ നോക്കി, ഭീഷണിപ്പെടുത്തുവാൻ നോക്കി, അതുപോലെ തന്നെ ഞങ്ങളെ ഇല്ലാതാക്കി കളയുന്നുള്ള ഭീഷണി മുടക്കി. അവസാനം നിയമപരമായി ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗിച്ച് ഞങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത്തരം ശക്തികളെല്ലാം ഒന്നുചേർന്നു അവർ ഇപ്പോൾ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പണം ആവശ്യപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, അത്തരം ഒരു പണം ഞങ്ങൾ ആവശ്യപ്പെടുകയോ അത്തരം ഒരു തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വ്യാജ പരാതി നൽകുന്നു. ആ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമേ എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് സ്റ്റേഷൻ ബേസിലുള്ള ഓഫൻസുകൾ മാത്രമായിട്ട് ഇട്ടത്. IPC 153, 120B, 506, 120B. എന്നാൽ ഇതിനകത്തെ ചതി നിങ്ങൾ മനസ്സിലാക്കണം. എഫ്ഐആറിൽ ഇടാത്ത ഒരു വകുപ്പ്, അതായത് 384 എക്സ്ട്രോഷൻ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, ഈ ഒരു വകുപ്പ് എഫ്ഐആറിൽ ഇട്ടിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ഞങ്ങളുടെ ഓഫീസിൽ 2 പോലീസുകാർ കൊണ്ട് CRPC 41A അനുസരിച്ചിട്ടുള്ള നോട്ടീസ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ വകുപ്പുകളും അതോടൊപ്പം തന്നെ IPC 384 എക്സ്ട്രോഷൻ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, ഈ ഒരു വകുപ്പ് അത് ജാമ്യമില്ല വകുപ്പാണ്. ഇത് ഇട്ട് ഞങ്ങൾക്ക് തന്നു. ആദ്യമേ സ്വാഭാവികമായിട്ട് നമ്മൾ എഫ്ഐആറിലുള്ള വകുപ്പുകളെ നോക്കത്തുള്ളൂ. ഞങ്ങൾ ശ്രദ്ധിക്കാതെ എന്നോട് ആവശ്യപ്പെട്ടത് 2 ദിവസത്തിനുള്ളിൽ, അതായത് ശനിയാഴ്ച വൈകിട്ട് നൽകിയ നോട്ടീസ് അനുസരിച്ച് ഞാൻ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായാൽ ഇവർ ഈ നോൺ വയലബിൾ ഒഫൻസ് ഇട്ട് എന്നെ അവിടുന്ന് റിമാൻഡിൽ വിടുവാനായിരുന്നു പദ്ധതി. എന്നിട്ട് ഇല്ലാത്ത വകുപ്പുകൾ അവർക്ക് എന്ത് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് എന്ത് വകുപ്പുകളും ആഡ് ചെയ്യാം. ഇതും യാതൊരു കേസുമില്ലാതെ ഞങ്ങൾ പോലീസ് സംവിധാനത്തെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എഫ്ഐആർ ഇട്ടത്? ഇപ്പോൾ ഞാനൊരു പരാതി തരുന്നു, എന്നെ ഭീഷണി, എനിക്കൊരു മതഭീഷണി മുടക്കി, അല്ലെങ്കിൽ എന്നോട് പണം ആവശ്യപ്പെട്ടു, ഞാൻ ഒരു പരാതി നൽകാൻ പ്രാഥമികമായി എങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? പ്രൈസ് ലോർഡ്. നമ്മളിപ്പോൾ കാണുന്നത് I2I സുനിലിൻ്റെ ഗതികേടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏത് സമയവും അകത്തു പോകാം. അതിനുള്ള എല്ലാ കുരുക്കുകളും പോലീസുകാർ നീക്കിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഒളിവിലാണ്, ഏതോ ഒളിസങ്കേതത്തിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ വാർത്ത ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഇദ്ദേഹം കർത്താവിൻ്റെ ദാസൻ അനീഷ് കാവാലം ത്തിനെതിരെ അതിരൂക്ഷമായ അതിഭയാനകമായിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അനീഷ് കാവാലത്തിൻ്റെ ശുശ്രൂഷ ഇല്ലാതാക്കുവാൻ, അനീഷ് കാവാലത്തെ വീട്ടിലൊതുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ സുനിൽ ഒളിവിപ്പോയപ്പോഴത്തേക്ക്, ഒളിസങ്കേതത്തിൽ ഏതോ ഗുഹയിൽ ഒളിച്ചപ്പോൾ അനീഷ് കാവാലം അമേരിക്കയിൽ ശുശ്രൂഷിക്കുക, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ നീതി. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നീതിയുള്ള ദൈവമാണ്. ആരെ ആക്ഷേപിച്ചാലും, ആരെത്ര റീച്ചുള്ള എത്ര വലിയ ചാനൽ ഒരു ദൈവദാസനെ ഇല്ലായ്മ ചെയ്യുവാൻ, വെട്ടി നുറുക്കുവാൻ നാവെന്ന കത്തി കൊണ്ട് പെടലി കണ്ടിച്ച് പ്രദർശനത്തിന് വെച്ചാൽ പോലും ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. ദൈവദാസൻ എഴുന്നേറ്റ് വരും. അതാണ് ദൈവത്തിൻ്റെ ദാസന്മാർ, അതാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ, അതാണ് യേശുവിൻ്റെ പവർ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഉള്ളിൽ വഹിക്കുന്ന ഒരു ദൈവദാസനെ ആറഞ്ചം പുറഞ്ചം നാക്കുകൊണ്ട് വെട്ടി കഷണങ്ങളാക്കാൻ നോക്കിയാൽ, ആ കഷണങ്ങളാക്കാൻ നോക്കുന്നവൻ ഗുഹയ്ക്കകത്ത് ഒളിക്കുകയും ഏത് ദൈവദാസനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നോ ആ ദൈവദാസൻ സുവിശേഷ മണ്ഡലത്തിൽ കത്തിക്കാളുകയും ചെയ്യും. ഇത് സകല ദൈവമക്കൾക്കും ഇതൊരു ഉപദേശമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.